ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കരച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മിയറാജൊക്കെ ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് നമുക്കിന്ന് ചക്കരച്ചോറാണ്. അപ്പൊ ചക്കരച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി വൃത്തിയായി ഒന്ന് കഴുകി എടുക്കട്ടെ. കഴുകി വെച്ച അരി ഞാൻ ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തത്. ഇനി അതിലേക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2 കപ്പ് അരിയിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നാല് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറിന്റെ അടപ്പ് അടച്ച് നമുക്ക് ഗ്യാസിൽ വെക്കാം. 3 വിസിൽ വരുന്നത് വരെ ഗ്യാസിൽ ഇരിക്കട്ടെ. കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി 3 വിസിൽ വരുന്നത് വരെ ഇവിടെ ഇരിക്കട്ടെ. കുക്കറിൽ 3 വിസിൽ വരുന്ന ടൈമിൽ നമുക്ക് അരമുറി തേങ്ങ ചിരകി എടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങ മുഴുവനായും ചിരകി എടുക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയി വരും. അരമുറി തേങ്ങ മുഴുവനായും ചിരകി എടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിയിലേക്ക് ഞാനിവിടെ 5 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ശർക്കരയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, നമ്മുടെ മധുരത്തിനനുസരിച്ച്. ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ശർക്കര നന്നായി തിളച്ച് മെൽറ്റായി വരട്ടെ. അതോടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ശർക്കര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യണം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ശർക്കര പാനി അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ്. ഇനി നമ്മുടെ അരി വേവ് റെഡിയായി വന്നതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 3 വിസിൽ വരട്ടെ. 3 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വെച്ചതാണ്. ഇപ്പം നമ്മുടെ കുക്കറിലെ അരിയൊക്കെ നന്നായി വെന്തു, വേവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം നമ്മുടെ ശർക്കരയിലും ഉപ്പുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്. ഇനി അതിലേക്ക് 1/2 കപ്പ് ഇളം ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ആ ശർക്കരപ്പാനിയും ചോറൊക്കെ നന്നായി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ഇളം ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കണം. നമ്മുടെ തേങ്ങ ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് ഗ്യാസിലിരിക്കട്ടെ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ കുറച്ച് ചെറിയ ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ചെറിയ ജീരക പൗഡർ. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചക്കരച്ചോറ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.